ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു പൈനാപ്പിൾ പുഡിങ്ങിൻ്റെ റെസിപ്പിയായാണ് വന്നത്. എന്നാൽ വീഡിയോയിലൊക്കെ കിടക്കാം. ഇതിനായി ഞാനൊരു വലിയ പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്തതാണ്. ഇതിനെ നമുക്ക് തൊലിയെല്ലാം നന്നായി ചെത്തിക്കളഞ്ഞ് എടുക്കാം. എന്നിട്ട് ഇതിനെ 2 കഷ്ണങ്ങളാക്കി ഈ പുറത്തുള്ള മുള്ള് കണ്ടോ, ആ മുള്ള് ഞാൻ ക്ലിയർ ആക്കുന്നുണ്ട്. അല്ലെങ്കിൽ കടിക്കുമ്പോൾ അതൊരു രസം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ അതെല്ലാം ക്ലിയർ ആക്കി ഇതിനെ കഷ്ണങ്ങളാക്കുന്നുണ്ട്. ഇതിനെ നന്നായി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഞാൻ ഇവിടെ ഒരു വലിയ പൈനാപ്പിളിൻ്റെ പകുതിയോളം എടുത്തിട്ടുണ്ട് ഈ പുഡിങ്ങിന് വേണ്ടിയിട്ട്. കട്ട് ചെയ്ത പൈനാപ്പിൾ എല്ലാം ഒരു പാനിലേക്ക് ഇട്ട ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ ഞാൻ പഞ്ചസാര ഇടുന്നുണ്ട്. പിന്നെ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇതൊരു കളറിന് വേണ്ടിയാണ്. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇടാം. എന്നിട്ട് കുറച്ച് മിക്സാക്കിയ ശേഷം മൂടി വെക്കാം. വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വേവുന്ന സമയത്ത് വെള്ളം അതിൽ നിന്ന് ഇറങ്ങി വരും. എന്നിട്ട് നന്നായി വറ്റി വരണം ആ വെള്ളം. അപ്പോൾ നല്ലൊരു പരുവാകും. ആ പരുവത്തിൽ തീ ഓഫ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഞാൻ 10 ഗ്രാം അളവിൽ ചൈന ഗ്രാസ് എടുക്കുന്നുണ്ട്. അതിനെ ചെറുതായി കട്ട് ചെയ്ത് 1 കപ്പ് വെള്ളത്തിൽ ഞാൻ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു 10 മിനിറ്റോളം വെച്ചാൽ മതിയാകും. അതിനുശേഷം ഒരു പാത്രത്തിൽ 1/2 ലിറ്റർ പാലെടുത്ത് അതിലേക്ക് മിൽക്ക് മെയ്ഡിൻ്റെ പകുതി ഭാഗം ചേർക്കാം. എന്നിട്ട് നന്നായി മിക്സ് ആക്കുക, അല്ലെങ്കിൽ കട്ട പിടിക്കും. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ പിന്നീട് നോക്കി ചേർക്കാവുന്നതാണ്. എന്നിട്ട് നന്നായി മിക്സ് ആക്കി നമുക്ക് അടുപ്പിലേക്ക് വെക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ ചാൻസ് ഉണ്ട്. ഇതേ സമയത്ത് തന്നെ നമുക്ക് ചൈന ഗ്രാസ് മെൽറ്റാക്കാനും വെക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് മിക്സ് ആക്കാം. പാല് നന്നായി തിളച്ച് വരണമെന്നില്ല, ചൂടായാൽ മതി. ചൈന ഗ്രാസ് നന്നായി മെൽട്ടായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് പാൽ മിക്സിലേക്ക് ചേർക്കാം. ചേർക്കുമ്പോൾ ലോ ഫ്ലെയിമിലിടാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പാൽ പിരിഞ്ഞു പോവാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് 1 മിനിറ്റ് അവിടെ വെക്കാം. കുറച്ച് തണുക്കുമ്പോൾ നമുക്കത് പുഡിംഗ് ട്രേയിലേക്ക് മാറ്റാം. അപ്പോഴേക്കും നമുക്ക് പുഡിംഗ് ട്രേ സെറ്റാക്കാം. പുഡിംഗ് ട്രേയിലേക്ക് പൈനാപ്പിൾ നന്നായി വിതറി കൊടുക്കുക. എന്നിട്ട് പാൽ മിക്സ് ചേർക്കാം. എന്നിട്ട് അതിൻ്റെ കുമിളുകൾ പോകാൻ വേണ്ടി ഒരു സ്പൂണോട് അങ്ങോട്ടും ഇങ്ങോട്ടുമായി സ്പ്രെഡാക്കി കൊടുക്കുക. അപ്പോൾ ആ കുമിളുകൾ പോകും. എന്നിട്ട് ബാക്കിയുണ്ടായ പാൽ മിക്സിന് ഒരു ഗ്ലാസ്സിലേക്ക് പൈനാപ്പിൾ ഇട്ട് അത് കൂടി ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് ഒരു 2 മിനിറ്റോളം സെറ്റാകാൻ വെച്ച് എന്നിട്ട് മുകളിലേക്ക് പൈനാപ്പിൾ വിതറി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ പൈനാപ്പിൾ പ്രസ്സായിരിക്കും. എന്നിട്ട് ഒരു 3-4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അറ്റ്ലീസ്റ്റ് ഒരു 3 മണിക്കൂറെങ്കിലും വെക്കാം. ടേസ്റ്റി പൈനാപ്പിൾ പുഡിംഗ് റെഡിയായി. താങ്ക് യു.